കൂട്ടുകാരെ, കുറേ ദിവസങ്ങളായിട്ട് വീഡിയോകളൊന്നും ഞങ്ങൾ ഇടാറില്ല, തിരക്കൊക്കെ ആയിക്കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാങ്കറ്റ് കിച്ചണിലേക്ക് വന്നതാണ്. ബാങ്കറ്റ് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എന്നാൽ അറിയാത്തവർക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിലൊക്കെ ഒരുപാട് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഏരിയയാണ് ബാങ്കറ്റ് കിച്ചൺ എന്ന് പറയുന്നത്. സപ്പോസ് നമുക്ക് പറയും ഇത് കേട്ടോ, ഇത് റൈസ് ബോയിൽ ചെയ്യുന്ന നമ്മുടെ ന്യൂനതമായ രീതിയിലുള്ളതാണ്. ഇതിനകത്ത് വെള്ളം നിറയ്ക്കുക. ഇത് അറിയാത്തവർക്കും ഇത് കാണാത്തവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇതിനകത്ത് വെള്ളം നിറയ്ക്കും. ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഡിഷ് പോലെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ പൊക്കിയാണ്. അപ്പോൾ ഇത് പൊങ്ങി വരും. ഇത് നമ്മുടെ ടോറസിൻ്റെയൊക്കെ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുന്നതും ഇറങ്ങി വരുന്നതാണ്. ഇതിനകത്ത് വെച്ചാൽ പൊങ്ങി താഴ്ന്നു പോരും. ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ താഴ്ന്നു കണ്ടോ പോകുന്നത്. താഴ്ന്നു പോകുന്നത് കാണാം. താഴ്ന്നു പോകുന്നു. ഇതേപോലെയുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വലിയ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ. ഇതുപോലത്തെ ഇതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഇതുപോലെയുള്ള നമ്മുടെ സർവീസിന് ആൾക്കാരൊക്കെ ക്യാപ്റ്റന്മാരും സീനിയേഴ്സ് അവർക്ക് നമ്മുടെ അടുത്ത് വന്ന് പറയും നമ്മൾ എത്ര മണിക്കാണ് പിക്കപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അവരാണ് തരിക. അതിനനുസരിച്ചാണ് നമ്മൾ ഭക്ഷണങ്ങൾ ടൈമിങ്ങിന് നമ്മൾ കയറ്റി വിടുന്നതും ഒക്കെ. 5 സ്റ്റാർ ഹോട്ടലിൽ കാണുന്ന ഒരു ഇതാണെങ്കിൽ കോംബിയോൺ എന്ന് പറയും. നമ്മൾ ഇഡ്ഡലി, സ്റ്റീമിങ് ഐറ്റംസ്, റോസ്റ്റ് ചെയ്യുക, ഗ്രില്ല് ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഈ സാധനം. ഇത് കോംബി ഓവൻസ്. ഇതും അതുപോലെ തന്നെ വേറൊരു ചെറിയ കോംബി ഓവനാണിത്. ഇതും അതേ മെത്തേഡും അതിൻ്റെ ഉപയോഗങ്ങളൊക്കെയാണ് ഇതിനുള്ളത്. പിന്നെ ഇലക്ട്രിക് ഓവനാണിത്. നമ്മുടെ സാധനങ്ങൾ അതുപോലെ ഗ്രില്ല് ഐറ്റംസ്, ഗ്രില്ല് കാര്യങ്ങൾ. ഇതും വേറെ ഒരു ഗ്രില്ലാണ് ഈ സാധനം. നമ്മളിതിന് വേണ്ടി സാധനം എടുത്ത് വെച്ചെന്ന് മാത്രം. ഇങ്ങനെയുള്ള വലിയൊരു കിച്ചണാണിത്. ഒരു 1000-1500 പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന കിച്ചണാണിത്. അതിൻ്റെതായ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ കിച്ചണിലുണ്ട്. വലിപ്പമുണ്ട്, ക്യാമറ കാണുന്ന പോലെയല്ല. നമ്മുടെ തന്തൂർ ഏരിയയാണ്. ആ തന്തൂർ ഇത് ഇങ്ങനെയാണ് നമ്മൾ തന്തൂറിൽ പാചകം ചെയ്യുന്നത്. ഇത് കാണാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഇതിൻ്റെ അടിയിൽ കമൻസുകളൊന്നും കൂടുതൽ വിടരുത്. ഗ്രില്ല് ചെയ്യാനുള്ള തവയും കാര്യങ്ങളൊക്കെയാണിത്. ഇത് നമ്മുടെ ഇന്ത്യൻ ചൈനീസ് തന്തൂർ ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ സച്ചിൻ ഇന്ത്യൻ മാസ്റ്റർ ഷെഫ്. നമ്മുടെ ഉത്തരാഖണ്ഡുകാരനാണ്. ഇത് ഹൽവായി എന്ന് പറയുന്നത് നമ്മൾ 5 സ്റ്റാർ ഹോട്ടൽ ഹൽവായി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ബേക്കറി പോലെ തന്നെ ഹൽവായി. ഇത് കേശവ് സിംഗ്. അതുപോലെ തന്തൂർ മാസ്റ്ററാണ് നിൽക്കുന്നത്. തന്തൂർ മാസ്റ്ററാണ് ഇയാൾ. തന്തൂർ മാസ്റ്റർ തന്തൂർ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് തന്തൂർ മാസ്റ്റർ. അതായത് നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഹൈജീൻ മാനേജർമാർ അതുപോലെ സൂപ്പർവൈസർമാരൊക്കെ ഉണ്ട്. ആളാണ് കിച്ചൺ ക്ലീൻ ചെയ്തിടുക, അതിൻ്റെ കാര്യങ്ങൾ നോക്കുക, എല്ലാ ക്രോക്കറി, കട്ട്ലറി എന്ന് പറഞ്ഞ പ്ലേറ്റിൻ്റെ എല്ലാ ഹൈജീനും സ്പൂൺ എങ്ങനെയായിരിക്കണം, ക്ലീനിങ്, അതിലെല്ലാം നോക്കി വിടുന്ന ആളാണ് ആൾ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണിത്. ഒരുപാട് പ്രൊസീജിയറും ഒരുപാട് മാനേജേഴ്സ്മാരൊക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കിച്ചൺ എന്ന് പറയുന്നത്. സാധാ ഹോട്ടലുകളും 5 സ്റ്റാർ ഹോട്ടലുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഈ പറഞ്ഞൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇനി തിരക്കാവുന്നതുകൊണ്ട് ഇനി വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ ശരി എന്നാൽ ബൈ. ഇനിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ, സി യു.